ഡിഗ്രി അഡ്മിഷന് ഇനി +2 നിർബന്ധമില്ല. ITI ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഡിഗ്രി പഠിക്കാം. 2027-28 മുതൽ പുതിയ മാറ്റം. നമസ്കാരം. സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 പഠിച്ചില്ലെന്ന കാരണത്താൽ ഡിഗ്രി പഠനം എന്ന സ്വപ്നം ഉപേക്ഷിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്ത. 2027-28 അധ്യയന വർഷം മുതൽ കേരളത്തിലെ ബിരുദ പ്രവേശനത്തിന് +2 യോഗ്യത നിർബന്ധമല്ല. ITI, പോളിടെക്നിക്, ഡിപ്ലോമ തുടങ്ങിയ സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കും സംസ്ഥാനത്തെ സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ബിരുദ പഠനത്തിന് അവസരം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പുതിയ ഉത്തരവിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനം നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് (NCRF) അടിസ്ഥാനമാക്കിയാണ് നടപ്പാക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഡിഗ്രി പഠിക്കാൻ യോഗ്യരാകുന്നത് എന്ന് നോക്കാം. 10ാം ക്ലാസ്സിന് ശേഷം 2 വർഷത്തെ ITI കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് നിർദ്ദിഷ്ട ഭാഷാ കോഴ്സ് കൂടി പൂർത്തിയാക്കിയാൽ 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ 1ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം നേടാൻ കഴിയും. അതായത് 10th ITI ഡിഗ്രി എന്നൊരു പുതിയ പഠന വഴിയാണ് ഇനി തുറക്കുന്നത്. ഇതിനു പുറമെ 10ാം ക്ലാസ്സിനു ശേഷം 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അവസരമുണ്ട്. ഇവർക്ക് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ 2ാം വർഷത്തിലേക്ക്, അതായത് 3ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം ലഭിക്കും. അതുപോലെ +2 കഴിഞ്ഞുള്ള 2 വർഷത്തെ ഡിപ്ലോമ നേടിയവർക്കും 2ാം വർഷം 3ാം സെമസ്റ്ററിൽ ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുവാനുള്ള അവസരമുണ്ടാകും. അതായത് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വീണ്ടും 1ാം വർഷം മുതൽ ഡിഗ്രി പഠിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ITI കഴിഞ്ഞവർക്ക് ഡിഗ്രി പ്രവേശനത്തിന് നിർദ്ദിഷ്ട ഭാഷാ കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ടെന്നാണ് നിലവിലെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ ITI ഉണ്ടെങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സുകളിലേക്കും യാതൊരു നിബന്ധനയുമില്ലാതെ പ്രവേശിക്കാം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഓരോ സർവകലാശാലയുടെയും കോഴ്സിൻ്റെയും പ്രത്യേക എലിജിബിലിറ്റി, വിഷയ ബന്ധപ്പെട്ട യോഗ്യത, ഭാഷാ കോഴ്സ് തുടങ്ങിയ നിബന്ധനകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പ്രവേശനം നടത്തുക. ഈ പുതിയ സംവിധാനം 2027-28 അധ്യയന വർഷം മുതലാണ് നടപ്പാക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനാൽ 10th കഴിഞ്ഞ് ITI പഠിച്ചവർ, പോളിടെക്നിക് ഡിപ്ലോമ നേടിയവർ, +2 കഴിഞ്ഞ് ഡിപ്ലോമ പൂർത്തിയാക്കിയവർ എല്ലാവരും ഈ പുതിയ അവസരം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടെ +2 ഇല്ല, അതുകൊണ്ട് ഡിഗ്രി പഠിക്കാൻ കഴിയില്ല എന്ന ആശങ്കയ്ക്ക് വലിയൊരു മാറ്റമാണ് വരുന്നത്. 2027-28 മുതൽ കേരളത്തിലെ ഡിഗ്രി അഡ്മിഷനിൽ വരുന്ന ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഏത് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാം, ITI ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഏത് യൂണിവേഴ്സിറ്റികളിലാണ് അവസരം ലഭിക്കുക തുടങ്ങിയ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവരുമ്പോൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത്തരം വിദ്യാഭ്യാസ വാർത്തകളും ഡിഗ്രി അഡ്മിഷൻ അപ്ഡേറ്റുകളും ജോബ് അപ്ഡേറ്റുകളും കൃത്യമായി അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.